ഗായ്സ് ഇന്ന് ദീപാവലി ആയിട്ട് നമ്മൾ ഇത്തിരി പാൽപ്പായസം വയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ അരി പൊടിച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ. ഈ ജാറിലിട്ടിട്ടാണ് ഞാൻ പൊടിച്ചത് കേട്ടോ. ഫുള്ള് ഒരു പാക്കറ്റ് പാലിൽ ഞാൻ പകുതി ഒഴിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ തിളച്ച് പോവും, അതുകൊണ്ടാണ്. ബാക്കി പിന്നെ ഒഴിക്കാനാണ് ഇതായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഇത്തിരി നെയ്യ് ഇട്ട് കൊടുക്കണം. നെയ്യ് നോക്കുമ്പോൾ കട്ടയായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഇടാം. അപ്പോൾ നമുക്കിതൊന്നും പഞ്ചസാര ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അരി ഞാൻ ഒരു പിടി എടുത്തിട്ടുള്ളൂ, എൻ്റെ കൈ കൊണ്ട് ഒരു പിടി, അത്രയാണ് അതിൻ്റെ അളവ്. പിന്നെ പഞ്ചസാര ഒരു 5-6 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് മധുരം നോക്കിയിട്ട് പിന്നെ ഇടാം. അപ്പോൾ അത് മൂടി വെച്ചിട്ട് 1-2 സ്റ്റീം മതി കേട്ടോ. ഇതാ ഇത് തുറന്ന് നോക്കി കേട്ടോ. നമുക്ക് ഈ പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ ഞാനിതിൽ ഏലക്കായ, മുന്തിരി, അണ്ടിപ്പരിപ്പ് ഒന്നും ഇടുന്നില്ല. വെറുതെ നെയ്യ് ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 സ്പൂൺ നെയ്യ് മാത്രമേ ഇട്ടുള്ളൂ. അതാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായപ്പൊടി ഇടാം. നെയ്യിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ വറുത്തിടാം കേട്ടോ. എനിക്കിതാണ് ഇഷ്ടം. നല്ല അടിപൊളി ഗുരുവായൂർ അമ്പലത്തിലെ പായസം അല്ലെങ്കിൽ അമ്പലപ്പുഴ പായസം അതിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളമൊക്കെ കൃത്യമായിട്ട് ഒഴിക്കണം കേട്ടോ. Thanks for watching video. Thank you so much. Happy Diwali all of you.